അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ. ഒരു മണിക്കൂറെങ്കിലും താമസിച്ചുകൊണ്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കൃത്യസമയത്ത് നിർത്താനുള്ളതിനാൽ ആമുഖങ്ങളില്ലാതെ തുടങ്ങട്ടെ. സിഹർ യാഥാർത്ഥ്യമെന്ത്? ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം ലാഭിക്കാൻ വേണ്ടി 2-3 ചോദ്യങ്ങളിലായിക്കൊണ്ട് നമ്മൾ ഈ ചർച്ച കേന്ദ്രീകരിക്കുകയാണ്. ഒന്ന്, മന്ത്രവാദ പൂജാ സേവയിലൂടെ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളുടെ സഹായത്താൽ മാരണം ചെയ്ത് ഒരാളെ മാനസികവും ശാരീരികവുമായി തകർക്കാൻ സാധിക്കുമോ എന്നാണ്. മന്ത്രവാദം ചെയ്യണം, സേവാ പൂജ, ഇങ്ങനെ ജിന്നുകളെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ശൈത്താനെ ഉപയോഗപ്പെടുത്തി മനുഷ്യവർഗത്തിൽപ്പെട്ട ആരെയെങ്കിലും ഒരാൾക്ക് ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കാൻ, തകർക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി പറഞ്ഞാൽ ഇല്ല, സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. തെളിവുകൾ പിന്നീട് വരും. 2, ഹാറൂത്ത് മാറൂത്ത് ആരായിരുന്നു? സൂറത്ത് ബഖറയിൽ പറയുന്ന ജനങ്ങളെ പഠിപ്പിക്കാൻ, സിഹ്ർ പഠിപ്പിക്കാൻ വന്നു എന്ന് പറയുന്ന ഹാറൂത്ത് മാറൂത്ത് ആരായിരുന്നു? എന്ത് വിദ്യയാണ് അവരെ ജനങ്ങളെ പഠിപ്പിച്ചത്? ഇതാണ് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാനുള്ളത്. 3, ലബീദ് എന്ന യഹൂദൻ പിശാചിനെ സേവിച്ചുകൊണ്ട്, ജിന്നുകൾക്ക് സേവ ചെയ്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരണം ചെയ്യുകയും അതിനാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്ന് പറയുകയും ആ അവസരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ ഫലഖ്, നാസ് എന്ന 2 സൂറത്തുകൾ ഇറക്കിക്കൊടുത്തത് എന്നും പറയുന്ന ഹദീസുകൾ സ്ഥിരപ്പെട്ടതാണോ? അല്ല എന്നാണ് മറുപടി. കൃത്യമായിട്ട് നമുക്ക് വിശകലനങ്ങൾ ചെയ്യാം. തുടർന്ന് ടൈം കിട്ടുമെങ്കിൽ, ലഭിക്കുമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യം മനുഷ്യർ പറയാറുള്ള ചില അനുഭവ സാക്ഷ്യങ്ങളാണ്. ഇന്നാൾക്ക് ജിന്നു കൂടി പല ലാംഗ്വേജുകൾ സംസാരിക്കുന്നു, 3-4 ആളുകൾ പിടിച്ചിട്ട് നിൽക്കുന്നില്ല, വല്ലാത്ത ശക്തി, വല്ലാത്തൊരു ഇളക്കം എന്നൊക്കെ പറയുന്ന ചില അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് എങ്ങനെ ഇസ്ലാമിക കാഴ്ചപ്പാടിലും സൈക്കോളജിയിലും ചർച്ച ചെയ്യാമെന്ന് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എങ്കിൽ ഒന്ന്, എന്താണ് സിഹ്ർ എന്ന് ചോദിച്ചാൽ, അറബിക്, ഖുർആൻ, ഹദീസ്, ബാക്കിയുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളെല്ലാം പരതിയാൽ ഈ മാരണം എന്നുള്ളതിന് കാണാവുന്ന 8-10 വാക്കുകൾ ഖുർആൻ അറബി ലാംഗ്വേജിലുണ്ട്. 8-10 പദങ്ങളിലൂടെ നമുക്ക് ഈ വസ്തുത മനസ്സിലാക്കാം. മന്ദൽ, നദല എന്ന ഫീലിൽ നിന്നുള്ള മന്ദൽ എന്നൊരു വാക്കുണ്ട്, മന്ത്രവാദം ചെയ്യുക എന്നാണ്. മറ്റൊന്ന് ഷഅവദ, മാജിക് പോലെയുള്ള കാര്യങ്ങൾക്ക്. ദെൻ തിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മത്ബൂബായി, മസ്ഹൂറായി എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ച വാക്ക് തിബ്. ദെൻ അസ്മാഇൻ്റെ പണി ചെയ്യുക എന്നുള്ള വാക്കുകൾ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ തഫ്സീറിലെല്ലാം ഉപയോഗിച്ചിട്ട് ഹാറൂത്ത് മാറൂത്ത് അവരുടെ സംഭവങ്ങൾ പറയുന്നിടത്ത്, ആ വിഷയത്തെക്കുറിച്ച്, സിഹ്റിനെ കുറിച്ച് പറഞ്ഞിടത്ത് ഉപയോഗിച്ച വാക്ക് നെയ്റൻജാൻ എന്നാണ്. ദെൻ തൊൽസമാത്, ജിബ്ത് എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നഫാസാത്ത് ഫിൽ ഉഖദ് വമിൻ ശരി നഫാസാത്ത് ഫിൽ ഉഖദ് എന്ന് പറയുന്നിടത്ത് മുഫസ്സിറുകളെല്ലാം കൊടുത്ത അർത്ഥം സാഹിറാത്ത്, സിഹ്ർ ചെയ്യുന്ന പെണ്ണുങ്ങൾ എന്നാണ്. എന്താണ് ആ ഉദ്ദേശിച്ചത് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. എങ്കിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഖുർആനിൽ ഈ പദം എത്ര സ്ഥലത്ത് വന്നു എന്ന് ചോദിച്ചാൽ 10-60-ലധികം സ്ഥലങ്ങളിൽ സിഹ്ർ എന്ന വാക്ക് ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിൽ 30-ലധികം സ്ഥലങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട കഥയിലാണ്. മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട കഥയിൽ വന്ന സിഹ്ർ എന്താണ് എന്ന് നമുക്കറിയാം. അവർ കാണിച്ച മാജിക്കാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. അവരിട്ട വടിയും അവരുപയോഗിച്ച കയറുകളും പാമ്പുകളായി ജനങ്ങൾക്ക് തോന്നി, എങ്ങനെയെന്ന് പോലും തഫ്സീറുകളിൽ കൃത്യമാണ്. അവരന്ന് ഉപയോഗിച്ച രാസവസ്തു എന്താണെന്ന് പോലും തഫ്സീറുകളിലുണ്ട്. ദെൻ പിന്നീട് പറയുന്ന കാഫിറുകൾ പറയുന്നതായിട്ട്, അവിടെ നാവിലൂടെ, അവരുടെ ലാംഗ്വേജിലൂടെ അവരുപയോഗിക്കുന്നതായിട്ട് 10-25 സ്ഥലങ്ങളിൽ സിഹ്ർ വരുന്നുണ്ട്. ഇതാ ഒരു പ്രവാചകൻ വന്നാൽ അവരെക്കുറിച്ച് കൊണ്ട് അവർ പറയും അത് സാഹിറാണ്. ആ പ്രവാചകൻ ഒരു ഗ്രന്ഥം കാണിച്ചു കൊടുത്താൽ പറയും അത് സിഹ്റാണ്. ഖുർആൻ ഓതുന്നു,
ഖുർആൻ കേട്ട് കുറേ ആളുകൾക്ക് ഇതിലേക്ക് ആകർഷണം ഉണ്ടാവുന്നു. അവർ പറയും അത് സിഹ്റാണ്. അല്ല, എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്താൽ അവർ പറയും സിഹ്റാണ്. എന്ത് ഹക്ക് കണ്ടാലും, ഖുർആൻ അങ്ങനെയാണ് അവസാനം പറഞ്ഞത്, എന്ത് ഹക്ക് കണ്ടാലും അവർ പറയും സിഹ്റാണ്, ബാത്തിലാണെന്ന്. അവിടെ ഉപയോഗിച്ച വാക്ക് ഖുർആൻ ഉപയോഗിച്ച് ബാത്തിൽ ഇല്ലാത്തത് എന്നാണ്. ഇനി ആ കാര്യം കൃത്യമായിട്ട് നമുക്ക് ആയത്തിലൂടെ വ്യക്തമാവും. ഈ ആളുകളെ, മുജ്രിമുകളായ ളാലിമികളായ തെറ്റ് ചെയ്ത ആളുകളെ, നരകവാസികളെ നരകത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അഫസിഹ്റുൻ ഹാദാ, നരകം കാണിച്ചു കൊടുക്കുകയാണ്, കണ്ണിൽ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു ഹാദിഹിൻ നാറുല്ലത്തി കുൻതും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങളില്ല, സംഭവ്യമല്ല, സാധിക്കില്ല എന്ന് പറഞ്ഞ നരകമാണ് ഈ കാണുന്നത്, കാണുന്നില്ലേ കണ്ണിൽ? ഒരു ചോദ്യം, അഫസിഹ്റുൻ ഹാദാ, ഇത് സിഹ്റാണോ? അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ, കണ്ടുകൂടെ എന്നാണ്. അപ്പോൾ അവരുപയോഗിച്ച സിഹ്ർ, അവർ എന്ത് വാക്കാണ് സിഹ്ർ എന്നുള്ളത് കൊണ്ട് എന്ത് മീനിങ് ആണ് അവർ ഉദ്ദേശിച്ചത്, ഖുർആൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നിതിലൂടെ കൃത്യമാണ്. എന്നാൽ ശൈത്താനെ ഉപയോഗപ്പെടുത്തി, ശൈത്വാന സേവനം നടത്തി, ജിന്നുകളെ പൂജിച്ച് സിഹ്ർ നടത്തുന്നതിനെക്കുറിച്ച് ഖുർആനിൽ എവിടെയാണുള്ളത്? ഖുർആനിൽ വരുന്നുണ്ട്. ഇത് എന്നും എക്കാലത്തും ജനങ്ങൾ വിശ്വസിച്ചൊരു അന്ധവിശ്വാസമാണ്. യഹൂദികൾ, സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, ദെൻ മൂസ നബിയുടെ എല്ലാ കാലഘട്ടത്തിലും, എത്രത്തോളം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ, ഇവിടെ ജീവിച്ച ആളുകളുടെ ചരിത്രങ്ങൾ തേടിപ്പോയ ആളുകൾ കണ്ടുകിട്ടിയ ഏറ്റവും പഴയ ചരിത്ര രേഖ പോലും സൂചിപ്പിക്കുന്നത് മാരണവുമായി ബന്ധപ്പെട്ട് പിശാചിനെ സേവിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തതിൻ്റെ രേഖകളാണ് ഇന്ന് കിട്ടിയ വസ്തുക്കളുള്ളത്. അതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. ജിന്നിനെ സേവിക്കാം, പൂജ നടത്താം, അവർ സഹായിക്കുമെന്ന്, അങ്ങനെ മാരണം ചെയ്യാമെന്ന് വിശ്വസിച്ചവരുണ്ടായിരുന്നു. അവരെ എതിർത്തുകൊണ്ട് ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. സൂറത്തു നിസായിലെ 51-ാമത്തെ വചനത്തിലൂടെ നമുക്ക് കാണാം, അലം തറല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്ത്. അവിടെയാണ് ആ വാക്ക് ഉപയോഗിച്ചത്, യുഅ്മിനൂന ബിൽ ജിബ്ത്. ജിബ്തിൽ വിശ്വസിക്കുന്ന ഒരു ടീം. ആരാണ് ജിബ്ത്? ജിബ്ത് എന്ന് പറഞ്ഞാൽ അസ്സിഹ്ർ. ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹ്റാണ്. എന്ത് സിഹ്ർ? വത്വാഊത്ത്, അതിൻ്റെ കൂടെ ത്വാഊത്തും കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അശ്ശൈത്വാൻ എന്നാണ് അതിനർത്ഥം. ശൈത്വാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സിഹ്ർ എന്ന് ഇവിടെ പറയുന്നു. ഇത് ആര് പറഞ്ഞ തഫ്സീറാണ്? വഹാദാ ഖൗലു ഉമറ വ മുജാഹിദ്. മുഫസ്സിറുകൾ കൃത്യമായി കൊടുത്തു. ഈ ജിബ്ത് എന്ന് പറയുന്നത് ത്വാഊത്ത് എന്ന് ചേർത്ത് പറഞ്ഞ ഈ ഭാഗത്ത് മാരണം എന്നർത്ഥം വരുന്ന സിഹ്റാണ്. മാരണം എന്നർത്ഥം വരുന്ന സിഹ്റാണ്. അതിൽ വിശ്വസിക്കുന്ന ആളുകൾ, അതിൽ വിശ്വസിക്കുന്ന, ചെയ്യുന്നവരല്ല, അതിൽ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നിടത്താണ്, അവരെ കളവാക്കിക്കൊണ്ട് പറയുന്നിടത്താണ് ഖുർആൻ സൂറത്തു നിസായിലെ 51-ാമത്തെ വചനം ഉപയോഗിച്ചത്. ഈ ആശയം, ഈ അർത്ഥം, ഈ തഫ്സീറിന്, ഈ ആയത്തിന് കൊടുത്തത് വഹാദാ ഖൗലു ഉമറ വ മുജാഹിദ് അല്ല. നോക്കൂ, വഹാദാ ഖൗലു സഈദ് ബിൻ ജുബൈർ പറയുന്നുണ്ട്, അജിബ്തു അസ്സാഹിർ വത്വാഊത്ത് അൽ കാഹിൻ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് സഈദ് ബിൻ ജുബൈർ കൊടുക്കുന്നു. എങ്കിൽ നമുക്ക് നോക്കാവുന്ന ഒരു തഫ്സീർ, ഈ പറഞ്ഞ സിഹ്റുകളെല്ലാം വെച്ച്, ഇവയെല്ലാം ഒന്ന് ജാമിയായി വെച്ച് തഹ്ലീൽ ചെയ്താൽ, അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. 5-6 ഐറ്റം സിഹ്റുകളുണ്ട്. ഒന്ന്, അൽ ജവാഹിറു ഫി തഫ്സീറുൽ ഖുർആൻ എന്ന തൊൻതാവി ജൗഹരിയുടെ തഫ്സീറിൽ 5 ഇനം സിഹ്റുകളെ കുറിച്ച് പറയുന്നു. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, സിഹ്റുൽ കൽദാനിയീൻ. ചരിത്ര രേഖ വെച്ച് കൽദാനിയങ്ങളിൽ നിന്നാണ് ആദ്യമായി സിഹ്റിൻ്റെ ചില രേഖകൾ കിട്ടുന്നത്. അവർ വിശ്വസിച്ചിരുന്നത് കാനൂ യഅ്ബുദൂനൽ കവാകിബ വയസ്ഉമൂന അന്നഹാ മസ്ദറുൻ നഹ്സി വസ്സആദ. എല്ലാവിധ സൗഭാഗ്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും എല്ലാം കേന്ദ്രം കവാക്കിബുകളാണ് എന്ന് വിശ്വസിച്ചിരുന്ന, നക്ഷത്രങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്ന കൽദാനിയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം, ഒരു സിഹ്ർ, ഒരൈറ്റം. മറ്റൊരൈറ്റം അന്നമീമ വൽ വിശായ. ഏഷണി പറഞ്ഞ ആളുകളെ പരസ്പരം തെറ്റിക്കുക, ഭാര്യാഭർത്താക്കന്മാരെയും മറ്റുള്ളവരെയും പരസ്പരം തെറ്റിക്കാൻ, പരസ്പരം തെറ്റിച്ച് ആളുകളെ അകറ്റി നിർത്താൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന, മനുഷ്യരുപയോഗിക്കുന്ന ഒരു തന്ത്രം നമീമത്ത്,
വിഷായത്ത് എന്ന വാക്കിൽ സിഹർ ഉപയോഗിക്കാറുണ്ട്. ഇവിടെയാണ് നഫാസാത്ത് ഫിൽ ഉഖദ്, ഉഖദ് എന്നുള്ള വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചെടുത്തും മറ്റെടുത്തും ഒക്കെ നമുക്ക് കാണാം. വിവാഹബന്ധങ്ങൾക്ക് പ്രത്യേകിച്ച് ഷഹാദത്തു ഉഖദത്തി സവാജ്, വിവാഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതൊക്കെ ഉഖദ, ബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങൾ എന്നുള്ള ആശയത്തിൽ അതിനെ തകർക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ, ബാത്തിലായ ഹക്കായ കാര്യങ്ങളെ ബാത്തിലായി പറയുന്നവർ എന്ന അർത്ഥത്തിൽ സാഹിറാത്ത് എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹമ്മാലത്തുൽ ഹതബ് എന്ന് അബൂലഹബിൻ്റെ ഭാര്യയെക്കുറിച്ച് ഉപയോഗിച്ചു. അവർ വിറകു ചുമടുമായി നടക്കുന്നവളെന്നാ. വിറകു ചുമടുമായി നടക്കുകയാണെങ്കിൽ എന്തിനാ സാധുവിനെ നരകത്തിലിടുന്നത്? ഇല്ല, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ പാര വെക്കുന്നവനാണ്, പാര വെക്കുന്നവളാണ്, പാരയുമായി നടക്കുന്നവരാണെന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലായി. എന്താണ് പാര? എൻ്റെ കയ്യിൽ പാരുണ്ട് എന്നതിനർത്ഥമില്ല, ലാംഗ്വേജാണ്, അറബിയ ഭാഷയിൽ ഉപയോഗിക്കുന്ന കൃത്യമായ പ്രയോഗമാണ്. നഫാസാത്ത് ഫിൽ ഉഖദ്, നമീമത്തിലൂടെ ഏഷ്ണിയിലൂടെ ആളുകളെ തെറ്റിക്കുന്ന, അകറ്റുന്ന വാക്കുകൾ, ഹക്കിനെ ബാത്തിലാക്കി പറയുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിടത്താണ് ഈ സിഹർ ഉപയോഗിച്ചത്. ഇനി ഒന്ന് നോക്കുക, സിഹറു തഖയ്യുലാത്ത്, അത് മാജിക്കാണ്. ദെൻ ആ തൻവീമുൽ മഗ്നാറ്റിസി എന്ന് പറഞ്ഞൊരു ഐറ്റം കൊടുക്കുന്ന അദ്ദേഹം, അതാണ് സത്യത്തിൽ നമ്മൾ പറയുന്ന ഹിപ്നോട്ടിസം, അബോധ മനസ്സിനെ ഉണർത്തുന്ന സൈക്കോളജിക്കലി. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ദെൻ അവസാനത്ത് നോക്കുക, അൽ ഇസ്തിആന ബിൽ അർവാഹൽ അർളിയ, ജിന്ന് ശൈത്താൻ പോലെയുള്ള വൈബിയാത്തായ അദൃശ്യ ശക്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന സിഹർ. ഇത്ര 4-5 ഐറ്റങ്ങളുണ്ട്. ഇതിൽ പറഞ്ഞ അവസാനത്തെ ഐറ്റത്തെക്കുറിച്ച് ആ മുഫസ്സിർ കൊടുത്തൊരു വാക്ക് അതിനടിയിലുണ്ട്. വഹാദാ അഖ്വാ അൻവാഇൽ ഖുറാഫാത്ത്, വഹാദാ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഈ വിശ്വാസം, വഹാദാ അഖ്വാ അൻവാഇൽ ഖുറാഫാത്ത്, ഖുറാഫാത്താണെന്നല്ല, അന്ധവിശ്വാസം എന്നല്ല, അങ്ങേയറ്റത്തെ അന്ധവിശ്വാസമാണ് എന്ന് കൃത്യമായി ഇവിടെ പറയുന്നു. അപ്പോൾ പിന്നെ ആരാണ് മനുഷ്യന്മാരെ സിഹിർ എന്ന് പറയുന്ന ഈ അന്ധവിശ്വാസം പഠിപ്പിച്ചത്? ഖുർആനിലെ സൂറ ബഖറയിലെ 102-ാമത്തെ ആയത്തിലെ കാര്യം കൃത്യമാണ്. വലാകിന്ന ശയാത്തീന കഫറൂ, കാഫിറുകൾ, ശൈത്വാന്മാർ, മനുഷ്യവർഗത്തിലെയും ജിന്നുവർഗത്തിലെയും ശൈത്വാന്മാർ, അവരാണ് യുഅല്ലിമൂനന്നാസ സിഹ്റ, ജനങ്ങളെ സിഹർ പഠിപ്പിച്ചു എന്നല്ല, യുഅല്ലിമൂനന്നാസ സിഹ്റ, എന്നും ജനങ്ങളെ സിഹർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും എന്നും. അഥവാ ഇങ്ങനെ അന്ധവിശ്വാസം, സേവയും പൂജയും നടത്തിയാൽ അവരെ വശപ്പെടുത്തി നിർത്താം, തൻ്റെ കീഴിൽ നിർത്താം. അതിലൂടെ തനിക്ക് വേണ്ട ആളുകളെ നമ്മൾ ആനയെയും നായയെയും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഈ ജിന്നിൻ്റെ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ വകവരുത്താൻ പറ്റുമെന്നൊരു വിശ്വാസം, അന്ധവിശ്വാസം, അത് പഠിപ്പിച്ചത് വലാകിന്ന ശയാത്തീന കഫറൂ യുഅല്ലിമൂന അന്നാസ സിഹ്റ എന്നാണ്. എങ്കിൽ ആരായിരുന്നു പിന്നെ ഹാറൂത്തും മാറൂത്തും? അവർ കൃത്യമായിട്ട് നമുക്ക് കാണാം, തഫ്സീറുകളിലൂടെ പോയാൽ കൃത്യമായിട്ട് കാണാം. ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ കാണാം, ഇഖ്തലഫ അന്നാസു ഫീ ഹാദൽ മഖാം, ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഖുർത്തുബിയുടെ വാക്ക്, വഹാദാ ഔലാ മാ ഹുമ്മിലത് അലൈഹിൽ ആയ വഅസഹു വലാ യുൽതഫത് ഇലാ മാ സിവ, ഇതാണ് ഈ ആയത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും ഔലാ വഅസഹു, ഏറ്റവും നല്ല തഅ്വീൽ. അതല്ലാത്തൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല, ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളാണ്, ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. ആ വിശ്വാസത്തിനെയാണ് ഖുർആൻ എതിർത്തത്. അവരടുത്ത് ജനങ്ങൾ പോവാറുണ്ട്, ആണിനെയും പെണ്ണിനെയും തമ്മിൽ പിണക്കുന്ന വിദ്യ പഠിക്കാറുണ്ട്. അവർ പഠിപ്പിക്കുമ്പോൾ ഇത് തെറ്റാണ്, പഠിക്കരുതെന്ന് പറയും. ഇതെല്ലാം അന്ധവിശ്വാസമാണ്. എങ്കിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സിഹർ ചെയ്തത്? 2 കാര്യങ്ങൾ. എല്ലാ പ്രവാചകന്മാരും, നൂഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആളുകൾ 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിർത്തുന്നു. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമസ്കാരമാണ്. 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ഇബ്നു കസീർ തഫ്സീർ എടുത്തു നോക്കിയാൽ സൂറത്ത് ഫലക്ക് നാസ് അവതരിപ്പിച്ചതിൻ്റെ അവതരണം പറയുന്നിടത്ത് 10 ഹദീസുകൾ കൊടുക്കുന്നുണ്ട്. ബുഖാരി, നസായി പോലെയുള്ള മെയിൻ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് 10 ഹദീസുകൾ കൊടുക്കുന്നുണ്ട്. ഈ 10 ഹദീസുകളുടെ രത്ന ചുരുക്കം ലൈസതാ മിനൽ ഖുർആനിൽ കരീം എന്നാണ്. ഈ ഫലക്ക് നാസ് എന്ന് പറയുന്ന ഖുർആനിൽപ്പെട്ടതേ അല്ല എന്നാണ്.
ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുണ്ട് അതിൽ. അതൊരാളും സ്വീകരിക്കാറില്ല, ഒരാളും അത് സ്വീകരിക്കാറില്ല. ഈ ഹദീസ് കൊടുത്തു കഴിഞ്ഞ് ഖുർആൻ്റെ തഫ്സീർ കൊടുക്കുന്ന നേരത്തെ ഇബ്നു കസീർ പറയുന്നുണ്ട്, ഈ ഫലക്ക് നാസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തത് അദ്ദേഹത്തിന് ആരോ സിഹിർ ചെയ്തപ്പോൾ ആ സിഹിറിൽ നിന്ന് മോചനം കിട്ടാനാണ് എന്നുള്ള ഹദീസും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആ ഹദീസിനെ കുറിച്ച് ഇബ്നു കസീർ പറയുന്നുണ്ട്, ഇത് ഔറദ ഹാദൽ ഹദീസ് ബിലാ ഇസ്നാദിൻ, സനദില്ലാതെ വന്ന കുറേ ഹദീസുകളാണ്. വഫി ഒറാബത്തുൻ, ഈ ഹദീസ് കൊടുത്തിട്ട് കൺക്ലൂഷൻ കൊടുക്കുന്ന ഇബ്നു കസീർ അങ്ങനെയാണ്, വഹാദ ഔറദഹു ബിലാ ഇസ്നാദ്. കുറേ ആളുകൾ ഈ തഫ്സീർ ഫലക്ക് നാസ് ഇറങ്ങിയത് നബിക്ക് സിഹിർ വലിച്ചപ്പോഴുള്ള ചികിത്സയാണെന്ന് പറഞ്ഞ ഹദീസിനെ കുറിച്ച് ഇബ്നു കസീർ പറയാണ്, വഹാദ ഔറദഹു ബിലാ ഇസ്നാദ് വഫി ഒറാബത്തുൻ, ഈ ഹദീസിലെ അങ്ങേയറ്റത്തെ ഒറാബത്തുണ്ട്, ഗരീബാണ്. വഫി ബഅലിഹി നകാറത്തുൻ ഷദീദത്തുൻ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ചില വാക്കുകളാണ് ചിലതിലുള്ളത്. ഇതൊക്കെയാണ് ഹദീസിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നൊരു വാക്കുണ്ട്, വഹാദാ മിൻ നവാദിരി മാ വഖഅ ഫിൽ ബുഖാരി അൻ യഖ്റുജൽ ഹദീസ താമൻ ബി ഇസ്നാദിൻ വാഹിദിൻ ബിലഫ്ളൈനി, ഒരേ സനദ് എന്നാൽ മത്നിലേക്ക് വന്നാൽ വ്യത്യസ്ത വാക്കുകളുള്ള ബുഖാരിയിൽ വന്ന അത്യപൂർവമായ ഹദീസുകളിൽപ്പെട്ട ഒന്നാണ്. ഇത്ര വിരളമായ ഹദീസ് ബുഖാരിയിൽ വേറെ ഇല്ല എന്നാണ്. ഇങ്ങനെയെല്ലാം പണ്ഡിത ലോകം പറഞ്ഞൊരു ഹദീസ് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഅസൂമായ റസൂൽ സിഹിർ വലിച്ചു എന്ന് പറയണമെങ്കിൽ അല്പം ഖുർആനല്ല റസൂലിനല്ല ഈ ഇസ്ലാമിനോടും ദീനിനോടും മതത്തിനോടും ഒന്നും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ ഇന്ന ആൾക്ക് സിഹിർ വലിച്ചിരിക്കുന്നു, ജിന്ന് കയറിയിരിക്കുന്നു, അതിന് എൻ്റെ അടുത്ത് വാ, ഞാൻ ചികിത്സിക്കാമെന്ന് പറയുന്ന പണമുണ്ടാക്കാവുന്ന പണത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക്, ജനങ്ങളിൽ ഫിത്ന ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക്, സമൂഹത്തിൻ്റെ ജനങ്ങളുടെ സമാധാനം കെടുത്തണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് മാത്രം ചില തഫ്സീറുകളിൽ നിന്ന് ചില വാക്കുകളും പദങ്ങളും പ്രയോഗങ്ങളും എടുത്തു വെച്ച് ഇങ്ങനെ ഒരു വാദം വേണമെങ്കിൽ മുന്നോട്ട് വെക്കാം. ഒരാൾ ഒരു നായ കടിച്ചാൽ, പേപ്പട്ടി കടിച്ചാൽ ആ ശരീരത്തിലേക്ക് ബ്ലഡിലേക്ക് കയറുന്ന മൈക്രോസ്കോപ്പിക്കായ കാണാൻ സാധിക്കാത്ത അങ്ങേയറ്റത്തെ ചെറിയ വൈറസുകളാണ്. ഇത് കണ്ടെത്താൻ സാധിക്കാതെ ഈ മനുഷ്യനെങ്ങാനും ഒന്ന് പിഴ ഇളകിയാൽ, പേ പിടിച്ചാൽ, അവൻ കിടന്ന് പെടയുന്നതും അവൻ കാട്ടിക്കൂട്ടുന്ന ചേഷ്ടകളും കണ്ടാൽ ആർക്കും തടുക്കാനും പിടിക്കാനും കഴിയില്ല. അവൻ്റെ ശരീരത്തിൽ കയറിയത് എന്താണ്? ചെറിയ വൈറസുകളാണ്, മൈക്രോസ്കോപ്പിക് വൈറസുകളാണ്. ഇങ്ങനെ വരുന്ന അസുഖങ്ങളെ മാനസികമായി, ഞാനിപ്പോൾ നിൽക്കുമ്പോൾ നിങ്ങളെ കാണുന്നു, എൻ്റെ കണ്ണിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് അങ്ങോട്ട് തെറ്റിയാൽ നിങ്ങളൊക്കെ 2, 3, 4 എൻ്റെ നാവിൻ്റെ ബാലൻസ് ഒന്ന് തെറ്റിയാൽ, ഒന്ന് പനിച്ചു, എൻ്റെ ഏതെങ്കിലും ഒരു നരമ്പൊന്ന് തെറ്റിപ്പോയാൽ ഞാൻ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ആയിട്ട് തോന്നും. മറ്റൊരാൾക്ക് എൻ്റെ വാപ്പാൻ്റെ പരിചയമുള്ള ഒരാൾക്ക് എൻ്റെ വാപ്പയുടെയോ വാപ്പാൻ്റെ വാപ്പായുടെയോ ഒക്കെ ശബ്ദം തോന്നും. എനിക്കൊന്ന് പനിച്ച് എൻ്റെ നാവിൻ്റെ ബാലൻസ് ഒരു ഞരമ്പൊന്ന് പാളിപ്പോയാൽ മതി. ഞാൻ സംസാരിക്കുന്ന സൗണ്ട് കേട്ടാൽ എൻ്റെ ഏതോ തലമുറയിലെ പിതാമഹൻ സംസാരിക്കുന്നത് പോലെ തോന്നാം. ഈ വക തോന്നലുകളെ ഹദീസുകളിലും തഫ്സീറുകളിലും വന്ന അങ്ങേയറ്റം നക്കാറത്തുള്ള ഒരീബായ നവാദിറായ സ്വീകാര്യയോഗ്യമല്ലാത്തതെന്ന് പണ്ഡിത ലോകം പറഞ്ഞ പല വസ്തുതകളും എടുത്തു വെച്ച് ജനങ്ങൾ പറയുന്ന ഈ വക കെട്ടുകഥകളെയും കൂട്ടിച്ചേർത്ത് വായിച്ചാൽ സിഹ്റുണ്ട്, അവിടെ ജിന്ന് ശാരീരികമായിട്ട് അവർ ഉപദ്രവിക്കലുണ്ട്, അവിടെ മനുഷ്യനെ മാനസികമായും ശാരീരികമായും തകർക്കാൻ പറ്റുന്ന സിഹ്റുമുണ്ട്. ഇല്ലെങ്കിൽ ഖുർആനിൻ്റെ വ്യക്തമായ പാതയിലേക്ക് മടങ്ങിയാൽ, അങ്ങനെ വിശ്വസിച്ചിരുന്നൊരു ടീമുണ്ട്, അവരെ ഖുർആൻ കൃത്യമായി, ജിത്തിൽ വിശ്വസിക്കുന്നവരെ ഖുർആൻ കൃത്യമായി എതിർത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ വലിച്ചു എന്ന് പറഞ്ഞവരുണ്ട്, അവരെക്കുറിച്ച് ളാലിമുകളാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ആ വർഗത്തിൽപ്പെട്ടവരല്ല, നമ്മൾ ളാലിമീങ്ങളല്ല. നമ്മൾ അവരെ നബിയെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അദ്ദേഹം മഅ്സൂമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. മഅ്സൂം, ഒരിക്കലും ശൈത്താനെ കടന്നു കയറി ചെല്ലാൻ പറ്റാത്ത ഇസ്മത്ത് കിട്ടിയ, തെറ്റും കുറ്റവും ചെയ്യാത്ത, വസ്വാസ് ഉണ്ടാവാത്ത നമ്മുടെ പ്രവാചകൻ. അല്ലാഹുവേ, ഹക്കിനെ ഹക്കായി കണ്ട് ഹക്കിനെ ഹക്കാക്കി മനസ്സിലായി അവ ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളും മുജാഹിദുകളുമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈകിയ വേളയിൽ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.